ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. 17 ഭീകരവാദികളെയാണ് ഇന്ന് പുലർച്ചെ മാത്രം കൊന്നിരിക്കുന്നത്. ഇത് വൈകിയോ അതോ ഇപ്പോൾ വന്ന നടപടി എങ്ങനെ നോക്കിക്കാണും? ഇത് വൈകി വന്ന ഇതാണ്. എന്നാലും അവർ ഇത്രയും പ്രതീക്ഷിച്ച് കാണൂല, ഇത്ര പ്രതീക്ഷിച്ച് കാണൂല. എന്നാലും നമുക്ക് വിഷമമുണ്ട്. നമുക്ക് തിരിച്ചടിക്കാൻ നമുക്ക് വിഷമമുണ്ട്. അവർ നമ്മളെപ്പോലെ ജനങ്ങളല്ലേ. യുദ്ധം വേണ്ടായിരുന്നു, യുദ്ധം വേണം, വലുതായിട്ട് രീതിയിൽ വേണം. ഇതെല്ലാം തീവ്രവാദം തീരണം. രാജ്യത്തിന് സുരക്ഷ എല്ലാ രാജ്യങ്ങളിലും, നമ്മളെ ഇന്ത്യ മാത്രമല്ല, പൊതുവെ. ചേട്ടാ, എങ്ങനെ ഇന്ത്യ തിരിച്ചടിച്ചതിനോട് എന്താ തോന്നുന്നത്? വലിയ സന്തോഷം തോന്നുന്നു. അതിന് യാതൊരു മാറ്റവും ഇല്ല. എങ്ങനെയെങ്കിലും ഈ തീവ്രവാദം നിർത്തിക്കണം, ഭീകരവാദം നിൽക്കണം. എങ്കിലേ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടുള്ളൂ. അറിഞ്ഞോ? യുദ്ധം തുടങ്ങി അറിഞ്ഞോ? അറിഞ്ഞു. ഇത് ആവശ്യമാണ് സാറേ, ഇത് ആവശ്യമാണ്. തീർച്ചയായിട്ടും അടിക്കേണ്ടത് തന്നെ, അത് യാതൊരു മാറ്റമില്ല. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നാൽ അടിച്ചു ഒതുക്കേണ്ട കേസ് തന്നെ, അത് മാറ്റമേ ഇല്ല. വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇല്ല, അടി കൊടുത്താലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തലവേദനയാണ്, ഏത് സമയം തലവേദനയാണ്. അപ്പോൾ ഇതിനു മുമ്പ് യുദ്ധം ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാലോ, അപ്പോഴത്തെ സാഹചര്യങ്ങളും. ഇപ്പോഴത്തെ സാഹചര്യം അടിക്കേണ്ട സിറ്റുവേഷൻ ആയി, അടിച്ചേ പറ്റുള്ളൂ. സാധാരണ അപ്പായി മക്കളെ കൊണ്ട് ഓടിക്കരുത്, അത് ചെയ്യാൻ പാടില്ലല്ലോ. അത് തെറ്റല്ലേ. അവർ ചുറ്റിലാ പോയവരെ അടിച്ചു കൊണ്ടത് തെറ്റല്ലേ. അപ്പോൾ ഇത് ആവശ്യമാണ്. അടി കൊടുത്ത് സന്തോഷം. ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചേക്ക് 17 ഭീകരരെയാണ് രാവിലെ കൊന്നേക്കുന്നത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? യുദ്ധം വേണമായിരുന്നു? യുദ്ധം അനിവാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തിരിച്ചടി നമുക്ക് എന്തായാലും വേണം. തിരിച്ചടി അടിച്ചാലേ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മളെ ആൾക്കാരിങ്ങനെ കുലുമ്പോൾ പിന്നെ നമ്മളത് കൈകൊണ്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. തിരിച്ചടിച്ചാൽ നന്നായി. തിരിച്ചടിക്കണം. ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ്. 17 ഭീകരവാദികളെയാണ് ഇന്ന് പുലർച്ചെ മാത്രം കൊന്നിരിക്കുന്നത്. ഇത് വൈകിയോ അതോ ഇപ്പോൾ വന്ന നടപടി എങ്ങനെ നോക്കിക്കാണും? ഇത് വൈകി വന്ന ഇതാണ്. എന്നാലും അവർ ഇത്രയും പ്രതീക്ഷിച്ച് കാണൂല, ഇത്ര പ്രതീക്ഷിച്ച് കാണൂല. എന്നാലും നമുക്ക് വിഷമമുണ്ട്. നമുക്ക് തിരിച്ചടിക്കാൻ നമുക്ക് വിഷമമുണ്ട്. അവർ നമ്മളെപ്പോലെ ജനങ്ങളല്ലേ. യുദ്ധം വേണ്ടായിരുന്നു, യുദ്ധം വേണം, വലുതായിട്ട് രീതിയിൽ വേണം. ഇതെല്ലാം തീവ്രവാദം തീരണം. രാജ്യത്തിന് സുരക്ഷ എല്ലാ രാജ്യങ്ങളിലും, നമ്മളെ ഇന്ത്യ മാത്രമല്ല, പൊതുവെ. ചേട്ടാ, എങ്ങനെ ഇന്ത്യ തിരിച്ചടിച്ചതിനോട് എന്താ തോന്നുന്നത്? വലിയ സന്തോഷം തോന്നുന്നു. അതിന് യാതൊരു മാറ്റവും ഇല്ല. എങ്ങനെയെങ്കിലും ഈ തീവ്രവാദം നിർത്തിക്കണം, ഭീകരവാദം നിൽക്കണം. എങ്കിലേ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടുള്ളൂ. അറിഞ്ഞോ? യുദ്ധം തുടങ്ങി അറിഞ്ഞോ? അറിഞ്ഞു. ഇത് ആവശ്യമാണ് സാറേ, ഇത് ആവശ്യമാണ്. തീർച്ചയായിട്ടും അടിക്കേണ്ടത് തന്നെ, അത് യാതൊരു മാറ്റമില്ല. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നാൽ അടിച്ചു ഒതുക്കേണ്ട കേസ് തന്നെ, അത് മാറ്റമേ ഇല്ല. വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇല്ല, അടി കൊടുത്താലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തലവേദനയാണ്, ഏത് സമയം തലവേദനയാണ്. അപ്പോൾ ഇതിനു മുമ്പ് യുദ്ധം ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാലോ, അപ്പോഴത്തെ സാഹചര്യങ്ങളും. ഇപ്പോഴത്തെ സാഹചര്യം അടിക്കേണ്ട സിറ്റുവേഷൻ ആയി, അടിച്ചേ പറ്റുള്ളൂ. സാധാരണ അപ്പായി മക്കളെ കൊണ്ട് ഓടിക്കരുത്, അത് ചെയ്യാൻ പാടില്ലല്ലോ. അത് തെറ്റല്ലേ. അവർ ചുറ്റിലാ പോയവരെ അടിച്ചു കൊണ്ടത് തെറ്റല്ലേ. അപ്പോൾ ഇത് ആവശ്യമാണ്. അടി കൊടുത്ത് സന്തോഷം. ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചേക്ക് 17 ഭീകരരെയാണ് രാവിലെ കൊന്നേക്കുന്നത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? യുദ്ധം വേണമായിരുന്നു? യുദ്ധം അനിവാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തിരിച്ചടി നമുക്ക് എന്തായാലും വേണം. തിരിച്ചടി അടിച്ചാലേ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മളെ ആൾക്കാരിങ്ങനെ കുലുമ്പോൾ പിന്നെ നമ്മളത് കൈകൊണ്ട് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. തിരിച്ചടിച്ചാൽ നന്നായി. തിരിച്ചടിക്കണം.